എന്റെ പേര് ടീന നെബു. ഇന്നൊരു മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സേ എസ് ടു ന്യൂ അഡ്വെഞ്ചേഴ്സ്. നല്ലൊരു തീമാ അല്ലെ? ഇന്ന് നമ്മളൊരു മട്ടൺ ബിരിയാണിയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു റൈസ് കുക്കറിലാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രഷർ കുക്കറും റൈസ് കുക്കറും ഉപയോഗിച്ചാണ് ഞാൻ ഈ മട്ടൺ ബിരിയാണി ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. വിത്തിൻ ആൻ അവർ നമുക്കിത് ചെയ്തെടുക്കാം. എങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നത് നോക്കാം. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ, ഒബ്വിയസ്ലി നമുക്ക് ആദ്യം റൈസ് വേണം. ഞാനിവിടെ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കുതിർത്ത് വെച്ച റൈസാണ്. കഴുകി വൃത്തിയാക്കി ഒരു ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ട് അത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. ഫ്രൈഡ് ഓണിയൻസ് വേണം നമുക്ക്. പിന്നെ നമുക്ക് ഇത് ഞാൻ സാഫ്രൻ്റെ സ്പ്രാൻസ് ഇച്ചിരി ലൂക്ക് വാം വാട്ടറിൽ ഇട്ട് വെച്ചേക്കാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണം നമുക്ക്. പിന്നെ നമുക്കൊരു കൊറിയാണ്ടർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ചില്ലി പൗഡർ, പിന്നെ ഒരു ഇച്ചിരി ഫെനൈൽ പൗഡർ, പിന്നെ 1 കപ്പ് കേർഡ്. ഫ്രൈഡ് ഓണിയൻ ഞാനൊരു 4 ഒരു മീഡിയം സൈസ്ഡ് ഫ്രൈഡ് ഓണിയനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ലെമണിൻ്റെ ജ്യൂസ് എടുക്കാനാണ്. പിന്നെ നമുക്ക് ഫെനൈലിൻ്റെ ഫ്യൂ സീഡ്സ്, കാർഡമൻ്റെ ഹോൾ കാർഡമൻ, സ്റ്റാർ ആൻസിൻ്റെ ഒരെണ്ണം, ഗ്രാമ്പു, ജാതിക്കാവത്തൊലി, പിന്നെ നമുക്ക് ഹോൾ സിനമൺ വേണം. പിന്നെ നമുക്ക് പുതിനയില, മല്ലിയില, ഞാൻ ഇച്ചിരി കോക്കനട്ട് മിൽക്ക് കൂടെ എടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ തേങ്ങ 2ാം പാലാണിത്. ഇവിടെ ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് കിട്ടും, അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഒരു മട്ടൺ, ഒരു 500 ഗ്രാമോളം കഴുകി വൃത്തിയാക്കിയ മട്ടനാണിത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഈ ചൂടായ പാത്രത്തിലോട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺബ്രൗൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ പ്രഷർ കുക്കറിനകത്ത് എണ്ണ ചൂടാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് നല്ലതായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ അരച്ച് വെച്ചേക്കാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മാറി നിന്നിട്ട് കൊടുത്തോ, അല്ലെങ്കിൽ തെറിക്കും. ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മട്ടൺ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ മട്ടൺ നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. മട്ടൺ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്ന പോലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഫ്ലേവറും നമുക്ക് ഈ മട്ടൺ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ മട്ടൺ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇട്ടാൽ മതി. അതിനകത്തോട്ട് നമുക്ക് ഈ പട്ട ഗ്രാമ്പും ഒക്കെ നമ്മൾ എടുത്തേക്കുന്ന ഒരു പകുതി വെച്ചെടുത്താൽ മതി. പകുതി നമുക്ക് റൈസിലിടാനാണ്. ഗ്രാമ്പുവിൻ്റെ ഒരു 2 എണ്ണം. നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തൈരില്ല, ഇത് 1 കപ്പ് തൈരാണ്. 1 കപ്പ് തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുതിനയുടെ ഇല. ബിരിയാണിക്ക് പുതിനയിലയും മല്ലിയിലയുമാണ് ബിരിയാണിയുടെ ടേസ്റ്റ്. നല്ലതായിട്ട് മല്ലി ഇട്ടോ, മല്ലിയില അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില കുറച്ച് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ റൈസിനകത്ത് ചേർക്കാൻ. കുറച്ചുകൂടെ ഒരു പുതിനയില ഇട്ട് കൊടുത്തോട്ടെ. ഞാനൊരു ഒരു കപ്പ് മല്ലിയിലയാണത്. എന്നിട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടി, ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടിയാണിത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട. നമ്മൾ ഈ കുക്കർ ഇനി അടയ്ക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് നമ്മുടെ കായമില്ലേ, ഇത് നമുക്ക് ഇന്ത്യൻ കടയിൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ആ കായാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇച്ചിരി കായം കൂടി ചേർത്തേക്കാം. അത് കഴിഞ്ഞ് ഒരു നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്രയും ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ഉപ്പിൻ്റെ പരുവ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇത്രേ ഉള്ളൂ ഇതിനകത്തെ പണി. നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3 വിസിൽ വെന്തോന്ന് നോക്കുക. ഒത്തിരി വേവ് വേണ്ട. ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മട്ടനകത്തുനിന്ന് ഇനി വെള്ളം ഇറങ്ങും. ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേറൊരു ടേസ്റ്റും ഒരു ഫ്ലേവറുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഉപ്പുണ്ടോ ഒന്നും കൂടി ഒന്ന് നോക്കാം. എനിക്കൊരിച്ചിരി ഉപ്പ് കുറവ് പോലാണ് തോന്നുന്നത്. ഒരിച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കറിയൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിന്നോട്ടെ. ബിക്കോസ് ഇതിലൊക്കെ ഒന്ന് പിടിക്കണ്ടായോ. നമ്മുടെ മട്ടൻ ഇവിടെ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിതിൻ്റെ എക്സ്ട്രാ വന്ന വെള്ളം അങ്ങ് മാറ്റി. അത് ഞാൻ പറയാം എന്തിനാണ്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ മട്ടൻ എന്നിട്ട് ഇത് പറ്റിച്ചെടുക്കണം. ഈ വെള്ളം ഈ മട്ടനകത്ത് തന്നെ പറ്റിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം മട്ടൻ്റെ ഇതിനകത്തുണ്ടായിരുന്ന ആ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഓണിയൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തീയിൽ ഇത് ഇവിടുന്ന് പറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് തയ്യാറാക്കാം. ചോറ് തയ്യാറാക്കാൻ നമുക്ക് 15 മിനിറ്റ് മതി. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈസ് കുക്കർ ചൂടായിട്ടുണ്ട്. ഞാനൊരു വാം സെറ്റിങ്ങിലിട്ടായിരുന്നു. ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി ഒക്കെ അല്ലേ, ഇച്ചിരി നെയ്യാണ്. റൈസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 കപ്പ് റൈസ് കുതിർത്ത് വെച്ചിട്ട് നോക്കിയതാണ്.
അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ മട്ടൻ്റെ ആ ഗ്രേവി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രേവിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ. അപ്പം മട്ടൻ വേവിച്ച ആ ഗ്രേവി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇച്ചിരി എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ അതൊരു കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം നമുക്ക് 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം 6 കപ്പ് വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ഇപ്പം ഞാൻ 1 കപ്പ് മട്ടൻ്റെ ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങാപ്പാലും 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ആ ചോറൊന്നിൽ പറ്റാതെ നമുക്ക് കിട്ടും. അപ്പം ഇത്ര ഉള്ളി ഇതിനകത്തെ പരിപാടി. ഇനി ഇത് നമുക്ക് കുക്ക് മോഡിലോട്ട് ഇടണം. അത് കഴിഞ്ഞ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് നമ്മുടെ ബിരിയാണി ഇവിടെ ഹാഫ് വേ ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ സാഫ്രൻ്റെ വെള്ളം, നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ എടുത്ത് വെച്ചേക്കുന്ന സാഫ്രൻ്റെ വെള്ളം ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ മട്ടൻ ഇവിടെ കുക്കറിൽ മട്ടനും കൂടി ഇതിനെ മണ്ടയ്ക്കോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നമ്മുടെ തൈര് സലാഡാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നിൽ പറ്റാതാണ് ചോറിരിക്കുന്നത്. മട്ടന് നല്ല കുക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.